ഹായ്. എല്ലാം പാവങ്ങളാണല്ലോ. ഓഫ് ചെയ്തേ ചേക്കൻ്റെ ഞാൻ സമയം തരാം. ആദ്യം ഇത് ഓഫ് ചെയ്തേ, നോയ്സ് പൊല്യൂഷൻ. ഇനി ആ സ്റ്റാൻഡിൽ വെച്ച് ഇറങ്ങിക്കേ. കമോൺ ഗൈസ്, ഫോളോ മീ. ഇനി നമുക്ക് എല്ലാവർക്കും ഇവിടെ നേരെ നിന്നിട്ട് വർത്തമാനം പറയാം. യെസ്, എന്താണ് മച്ചാന്മാരുടെ പേര്? നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. പ്രവീൺ പരമേശ്വർ. അടിപൊളി. യെസ്. ഷംനാഥ് അലി. ആ. വിഷ്ണു വിച്ചു. അശ്വതി അച്ചുവിന്റെ ആരായിട്ട് വരും? എന്റെ ഒരു ഓമന പേരായിട്ട് വരും. ഓമന പേരാണ്. ഈ ഓമനത്തം തോന്നുന്ന മുഖങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അല്ല, ഇതില് എനിക്ക് പ്രവീണിനെ മാത്രമേ നേരത്തെ മുൻപരിചയമുള്ളൂ. ഞങ്ങള് സുഹൃത്തുക്കളാണ്, നമുക്കറിയാവുന്നതാണ്. പലപ്പോഴും കാണുമ്പോൾ ഈ താടിയമ്മൊക്കെ പിടിച്ച് നോക്കാറുണ്ട് ഇങ്ങനെ. ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് പ്രേക്ഷകർ ചിലപ്പോൾ ഇവിടെ വരെ കാണുന്നുണ്ടാവും. ഇതിന്റെ എക്സ്റ്റൻഷൻ ബാക്കി താഴോട്ടേക്കുണ്ട്. അത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ലോകത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ താടി അല്ലേ? എത്ര സെന്റിമീറ്റർ ആയിരിക്കും ഇത്? ഏകദേശം 54-55 ഇഞ്ച് കഴിഞ്ഞു. ഓക്കെ. ആദ്യത്തെ റെക്കോർഡ് എവിടെയാണെന്ന് അറിയോ? കാനഡയിൻ സിറ്റിസൺ ആണ്. ആള് പഞ്ചാബ് വംശജനാണ്. ഓക്കെ. അതും അപ്പൊ ഇന്ത്യൻ തന്നെയാണ്? അല്ല, ഇന്ത്യൻ സിറ്റിസൺ അല്ല. നമുക്കപ്പം ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ താടി എന്ന് പറയാം. പക്ഷെ നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ ഒരു റൂട്ടാണ് നമുക്ക് പറയാം. അതെ. വേൾഡ് നമ്പർ 1 ആവണമെങ്കിൽ എത്ര സെന്റിമീറ്റർ ഡിഫറൻസ്? ഏകദേശം ഒരു 1.5 ഫീറ്റോളം വീണ്ടും ഉണ്ട്. അത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാനതിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വരെ എത്താൻ വേണ്ടി. കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല, ഞാൻ പറഞ്ഞ ഇത് ഇങ്ങനെ താടി വളർത്തിയവർക്ക് അറിയാവുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ താടിയുടെ ഷേപ്പൊക്കെ പോകും. അതെ. അപ്പൊ ഇതെങ്ങനെ ഇത്രയും നല്ല കൃത്യമായിട്ടുള്ള ഷേപ്പിൽ കൊണ്ടുവന്നത്? ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു പാഷനാണ്, നമുക്കൊരു ആഗ്രഹമാണ്. ആഗ്രഹത്തിന് വേണ്ടി നമ്മളുടെ ഡെഡിക്കേഷൻ കൂടി ആകുമ്പോൾ നമുക്ക് പ്രതിസന്ധികൾ വലിയ പ്രശ്നമില്ലാതെ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു താടി കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ പിന്നിൽ താടി വളർത്തുന്ന ഒരുപാട് ആൾക്ക് പ്രചോദനം മാത്രമല്ല, അവരുടെ ഒരു ഐക്കൺ കൂടിയാണ്. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ ബിൽഡപ്പിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ചൂടെടുത്ത് താടി മുടിയൊക്കെ നല്ല ചൂടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരെ ഓർക്കാറുണ്ട് ഈ ചൂടത്തൊക്കെ അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടു. അമ്മക്കൊന്നും താടിയില്ലല്ലോ. അല്ല, മുടി. ഞാനൊന്ന് വിഷ്ണുവിൻ്റെ അടുത്തൊന്ന് കണക്ട് ചെയ്തോട്ടെ. വിഷ്ണു, സാധാരണ എല്ലാവരും പറയും താടി നീട്ടുമ്പം നിരാശ കാമുകന്മാരാണ് നീട്ടാന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? അതോ ഇല്ല? ഓക്കെ. ഇത് എത്ര കാലമായിട്ട് നീട്ടുന്നതാണ്? ഈ ഒരു മീശയും അതുപോലെ തന്നെ ലോങ് ആണെന്ന് തോന്നുന്നല്ലേ? 4 വർഷം. ഓക്കെ. ഈ താടിക്ക് വേണ്ടി നിങ്ങൾ സ്പെഷ്യലായിട്ട് ഓയിലും അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ ആണോ യൂസ് ചെയ്യുക? അതോ അല്ലാണ്ട് തന്നെ നാച്ചുറൽ ആയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെയാണോ യൂസ് ചെയ്യുക? ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. പ്രോപ്പറായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ ഈ ചൊറിച്ചിലൊക്കെ ഉണ്ട്. പലരും ചോദിക്കുന്ന ചോദ്യം, ചൊറിച്ചിലുണ്ടോ? കാണുന്നവർക്ക് ചൊറിച്ചിലുണ്ട്. നമ്മൾ തമാശ രൂപേണ പറയുന്നുണ്ടെങ്കിലും കുറച്ച് ദിവസം കുടിക്കായിരുന്നു കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ. പേടിച്ചിട്ടില്ല. എനിക്ക് ഈ താടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ആഗ്രഹമാണ് താടി എന്ന് പറയുന്നത്. ആ ആഗ്രഹം അങ്ങനെ കൊണ്ടുനടന്ന് കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ 2021 ആ ഒരു സമയമൊക്കെ ആയപ്പോൾ ഇളയരാജ എന്ന് പറഞ്ഞ് ഒരു പടം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ടർ എന്നോട് ചോദിച്ചു, താടി ഒന്ന് വളർത്തി നോക്കൂ, എത്ര വരും എന്നറിയാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് എന്നൊന്ന് നോക്കാമെന്ന് വെച്ച് ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് ഏകദേശം ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, വളരെ ചെറിയൊരു സംഭവം നമ്മുടെ മുഖത്തേക്ക് വന്നത്. അത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം, അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ എയിം ഇദ്ദേഹത്തെ പോലെ മാക്സിമം വളർത്താനാണോ അത് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണോ? അത്ര ലോങ് ആക്കൂല. ഇല്ല. വീട്ടിൽ അപ്പൊ അത് ആ ഏരിയ പുള്ളിക്ക് വിട്ടുകൊടുത്തേക്കുവാ വളർച്ച. നമ്മള് അല്ലാതെയുള്ള ഒരു രാജാവുള്ളൂ. ഇതിന് മത്സരങ്ങളോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? അതെ, ഓൺലൈൻ കോമ്പറ്റീഷൻ ഉണ്ട്. വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മാസം ജർമ്മനിയിലാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഒരു ചെറിയ സ്പോൺസർഷിപ്പിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. എന്റെ സുഹൃത്ത് തന്നെയാണ് വിൻ ചെയ്തത്, ജർമ്മനിയിലുള്ള ആളാണ്. 1800ഓളം പേര് ഓൺലൈൻ കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും 1 by 1 ആയിട്ട് വിൻ ചെയ്ത് അങ്ങനെ ഒരു 4-5 റൗണ്ട് ആയിട്ടായിരുന്നു കോമ്പറ്റീഷൻ. അതിനകത്ത് 2ാം സ്ഥാനം എനിക്കായിരുന്നു. പൊളിയാണ്. വിഷ്ണുചേട്ടന്റെ ആ താടി കണ്ടിട്ട് ഞാൻ വെടിക്കെട്ട് എന്ന പടത്തിന് ശേഷം ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷെ എനിക്ക് റിപ്ലൈ തന്നു ആള്. നല്ല കാര്യം. വിഷ്ണുവിനോട് ഒരു ചോദ്യം എന്താണെന്നറിയാം, വെടിക്കെട്ട് സിനിമയിലല്ലേ ഏറ്റവും കൂടുതൽ നീളത്തിൽ താടി, അത്രയും താടി വളരുമെന്ന് അറിയാമായിരുന്നോ? ഇല്ല, ഞാൻ അതിനു മുമ്പ് അത്രയും താടി വെച്ചിട്ടില്ല. മാക്സിമം എന്നെ പോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വെടിക്കെട്ടിന് വേണ്ടി താടി വെച്ചത്. അപ്പൊ അതൊരു കട്ടത്താടി വന്നായിരുന്നു. പക്ഷെ അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവരനുഭവിക്കണ ബുദ്ധിമുട്ടുകൾ. അപ്പൊ നിങ്ങളെ 3 പേരെയും കണ്ടപ്പോഴാണ് നമ്മുടെ കൂട്ടത്തില് ഇതുപോലെ താടി മുടിയൊക്കെ വളർത്തിയ ഒരു ഫ്രീക്കൻ ഉണ്ട്. മനസ്സിലായത്? സമ്മാനം കൊണ്ടുവരുന്ന ആളല്ലേ? അതെ, സമ്മാനങ്ങൾ കൊണ്ടുവരുന്ന ഏത് കാര്യത്തിലൂടെ ഏറ്റവും കൂടുതൽ മുഴുങ്ങുന്ന ആ പേരാണ് നമ്മുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം കലേഷിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. Welcome to Comedy Masters.
അറിയാ. ഇവിടെ ചോദിച്ചു കലേഷിനെ നമ്മൾ പ്രസന്റ് ചെയ്യാനുള്ള രീതി, ബിക്കോസ് കലേഷിന്റെ ഇതേപോലെ തന്നെ താടിയുണ്ട്. മുടി എത്ര ലോങ് ഉണ്ട്? ഞാൻ ഇതിന്റെ മുടി അയച്ച് കണ്ടിട്ടില്ല, പക്ഷെ എത്ര ലോങ് ഉണ്ട്? എന്നെക്കാട്ടിലും നീളമോ കലേഷേ? കൊള്ളാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, യെസ്. നിങ്ങളുടെയൊക്കെ അമ്മമാര് എന്താ പറയണ താടി? കട്ട സപ്പോർട്ട്. അമ്മ നല്ല, അച്ഛനും സപ്പോർട്ടാണ്, ഇവിടെ സപ്പോർട്ടാണ്, objection മക്കളും your honor. സപ്പോർട്ടാ. തുടക്കത്തിൽ എല്ലാ അമ്മമാർക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഉള്ള കാര്യം പറയണല്ലോ. ഞാൻ ചോദിക്കാൻ കാരണം, ഞാൻ ഇത്ര താടിയായിട്ട് കിടന്നു കഴിയുമ്പോഴത്തേക്കും ഷൂട്ട് തീർന്നോ എന്ന് എപ്പോഴും അമ്മ ചോദിക്കും. തീർന്നു എന്ന് ഒരു ദിവസം പറഞ്ഞപ്പോ ഇന്ന് തന്നെ പോയിട്ട് ഈ താടി എടുത്തുള്ളത്. ഓക്കെ, സൂപ്പർ. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, താടിക്കഥകളോട് അവസാനിക്കുകയാണ്. ഒരു മ്യൂസിക് തരാണെങ്കിൽ ഞങ്ങൾ നേരെ ബാക്കിൽ നിന്ന് നടന്നു വന്ന് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകണം. റെഡിയാണോ ഗൈസ്? മ്യൂസിക്.